പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ബഡ്ജറ്റാണ് പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും. പർച്ചേസ് ചെയ്യുന്നത് എന്തായിരിക്കും? റോ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഏതിനു വേണ്ടിയിട്ടാണ്? ഫിനിഷ്ഡ് ഗുഡ്സിനും. പർച്ചേസ് ബഡ്ജറ്റ് റോ മെറ്റീരിയൽ വേണമെന്ന് വിചാരിക്കേണ്ട, അതാണ്, അങ്ങനെയാണ്. ഇവിടെ 2 പ്രൊഡക്റ്റുകളുള്ളത്, ആറും ഉണ്ട്, പിന്നെ ഇതുണ്ട്, എസ് ഉണ്ട്. ഇവരുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് ആറിൻ്റെ 30,000, പിന്നെ 50,000 ആരുടെ എസ്സിൻ്റെ തന്നിട്ടുണ്ട്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, ഇറലവൻ്റ് ആണ്, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ക്വസ്റ്റിൽ പറയുന്നത് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കാം. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ്പെക്റ്റഡ് സെയിൽസ് ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ശ്രദ്ധിക്കണം, ഇവിടെ 2 കാര്യങ്ങളുള്ളത്. ഒന്ന് XYZ എന്ന റോ മെറ്റീരിയലുണ്ട്, പിന്നെ ഏതുണ്ട്? ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. ആദ്യം പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി? ഫിനിഷ്ഡ് ഗുഡ്സിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യാം. എങ്ങനെ ചെയ്യാം? പ്രൊഡക്ഷൻ ബഡ്ജറ്റ് സെയിൽസ് ആറിൻ്റെയും എസ്സിൻ്റെയും 2 കോളം കൊടുക്കുക. എന്നിട്ട് എക്സ്പെക്റ്റഡ് സെയിൽസ് 30,000 1,50,000 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യുക. 2,800 4,700 കണ്ടില്ലേ? ക്ലോസിംഗ് ഓപ്പണിംഗ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആറ് എത്ര ഉണ്ടാക്കണം? 31,000 കിലോഗ്രാം. എസ് എത്ര ഉണ്ടാക്കണം? 1,50,500. ഈ സാധനത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലാണ് XYZ. RS എന്നുള്ള 2 ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലാണ് ഇത് XYZ. ഈ XYZ ആറിന് എങ്ങനെ ഉപയോഗിക്കണം എന്നിവിടെ തന്നിട്ടുണ്ട്. റേഷ്യോ 4:4:2. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ CMAയുടെ ഇൻ്റർണൽ സ്റ്റഡി മെറ്റീരിയലിലെ സിമിലർ ക്വസ്റ്റ്യനാണ്. അതേപോലെ എസ് ഉണ്ടാക്കാൻ ഈ റേഷ്യോയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്? XYZ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ 4:4:2. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? എക്സും വൈയും സെഡും ഉപയോഗിക്കേണ്ടത് ഏത്? ആറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എസ് ഉണ്ടാക്കാൻ വേണ്ടി 3:5:2. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഈ 31,000 തുടങ്ങാം. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ഏതാണ് കോളംസ് വേണ്ടത്? XYZ ആണ് ടോട്ടൽ. അപ്പോൾ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് ആർ ഇൻ ദി റേഷ്യോ 4:4:2. 31,000 ആണ് ടോട്ടൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 31,000 കിലോഗ്രാം ഏതുണ്ടാക്കണം? ആറ് ഉണ്ടാക്കണമെങ്കിൽ എക്സും വൈയും സെഡിൻ്റെയും പ്രപ്പോർഷനാണ് ഇത്. അപ്പോൾ 31,000 ഇൻറ്റു 4/10. അപ്പോൾ എത്ര വരും? 12,400. ഇവിടെയും 12,400 ആണ്. ഇവിടെ 2/10 അടിച്ചാൽ 6,200 വരും. അതേപോലെ തന്നെ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ എസ്സിന് എത്ര വേണം? 1,50,500. ഏത് റേഷ്യോയിലാണ് ക്വസ്റ്റിൽ പറഞ്ഞത്? 3:5:2 ചെയ്താൽ അതുപോലെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ എത്ര എക്സ് വേണം? ടോട്ടൽ റിക്വയർമെൻറ്റ് ഓഫ് എക്സ് എത്ര വേണം? 57,550 വേണം. എങ്ങനെ വന്നതെന്ന് അറിയാലോ? 12,500 45,150 ആഡ് ചെയ്താൽ. ഈ 55,550 റോ മെറ്റീരിയൽ നമ്മൾ മേടിക്കേണ്ടതില്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്? ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 4,500 4,000 22,000 വീതം ഉണ്ട്. അത് ലെസ് ചെയ്ത് അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എത്ര എക്സ്ട്രാ വരണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്? 3,600 7,500 24,500. ഇവിടെ അതേ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ആസ് യൂഷ്വൽ ടോട്ടൽ മെറ്റീരിയൽ റിക്വയർഡ് ആഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ഏതാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ടു ബി പർച്ചേസ്ഡ് കിട്ടും. ഇതിൻ്റെ ഒക്കെ എന്ത് തന്നിട്ടുണ്ട്? പർച്ചേസിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കിലോഗ്രാം എക്സ് വേണ്ടതെന്ന് വെച്ചാൽ 56,650 ഇൻറ്റു 20 അടിച്ചാൽ എത്ര രൂപ വേണം എന്ന് മനസ്സിലാക്കാം. എത്രയും 11,33,000. അതേപോലെ ഓരോ കാൽക്കുലേഷനും എന്ത് ചെയ്യുക? വെരി ഈസി. ഇതിനടുത്ത് ഡയറക്റ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. CS ടണ്ണ് ഏതാ ഡീൽ ചെയ്യുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്? സിമ്പിളി നമുക്ക് പറയാം, എക്സ്പെൻസ് ദാറ്റ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫയബിൾ ഫ്രം എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അടുത്തത് എസെൻഷ്യൽ ഓഫ് എ ഗുഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ABC നമ്മൾ പറയാറുണ്ട്. A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി, അങ്ങനെ റോ മെറ്റീരിയലിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ശ്രദ്ധയോടുകൂടെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത്.
പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സി യു റിമെമ്പർ കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റി. അപ്പോൾ എ ബി സിയുടെ ഗുഡ്സ് കോസ്റ്റ് അക്കൗണ്ട് എ ബി സി അനാലിസിസ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ഉണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റി എന്താണ്? കറണ്ട് പോലെയുള്ള ഇലക്ട്രിസിറ്റി, പവർ, വാട്ടർ സപ്ലൈ, ഇതൊക്കെയാണ് എന്ത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. CASൻ്റെ ഏരിയയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചുവിടാം. ഓക്കെ.